ദൃശ്യം 3 എന്ന സിനിമയുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആ കഴിവരുടെ മോനെ ആ പയ്യനെ കൊന്ന കാര്യങ്ങൾ കൈവിട്ടു പോകും. സിനിമ കണ്ടിട്ടില്ലാത്തവർ ഈ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. സിനിമയുടെ തുടക്കത്തിൽ ജോർജ് കുട്ടി പ്രൊഡ്യൂസ് ചെയ്ത് ബിജു മേനോന്റെ ഹരികുമാർ എന്ന കഥാപാത്രം നായകനായ ദൃശ്യം എന്ന സിനിമയുടെ റിലീസ് കാണിക്കുന്നുണ്ട്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജോർജ് കുട്ടിയുടെ വൈഫായ റാണിയുടെ പേരിലുള്ള റാണി പ്രൊഡക്ഷൻ ആണ്. ഹരികുമാർ അഭിനയിച്ച ദൃശ്യം സിനിമയുടെ ക്ലൈമാക്സിൽ ബിജു മേനോന്റെ കഥാപാത്രം പോലീസിന് കീഴടങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. അയാൾക്ക് ഒരു മകനും ഭാര്യയും ഉള്ളതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ദൃശ്യം 2-ൽ സായ്കുമാറിന്റെ കഥാപാത്രം ജോർജ് കുട്ടി സിനിമ എടുക്കാൻ വേണ്ടി അതൊരു ബുക്കാക്കി മാറ്റിവെച്ച കാര്യം പറയുന്നുണ്ട്. രണ്ട് പയ്യന്മാർ കോളേജിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പേരിൽ വീട്ടിൽ വെച്ച് തല്ലുണ്ടാക്കുമ്പോൾ കയ്യബദ്ധം പറ്റി MLA-യുടെ മകൻ കൊല്ലപ്പെടുന്നതും ആ ബോഡി മറ്റേ പയ്യന്റെ അച്ഛൻ പുതുതായി പണിയുന്ന MLA-യുടെ പാർട്ടി ഓഫീസിനടിയിൽ കുഴിച്ചിടുന്നു. പിന്നീട് പോലീസ് ആ ബോഡി കണ്ടെത്തുന്നതും ആ പയ്യന്റെ അച്ഛൻ ആ കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോകുന്നതുമാണ് ക്ലൈമാക്സ് എന്ന് സായ്കുമാറിന്റെ കഥാപാത്രം പറഞ്ഞിരുന്നു. അതേ ക്ലൈമാക്സ് തന്നെയാണ് ഈ സിനിമയിൽ ആദ്യം കാണിക്കുന്ന ദൃശ്യം എന്ന സിനിമയിലുള്ളത്. സഹദേവന്റെ മകളായ വീണ നന്ദകുമാറിന്റെ കഥാപാത്രം ന്യൂസ് മലയാളം 24/7 എന്ന ചാനലിന്റെ റിപ്പോർട്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സിനിമയിൽ ജോർജ് കുട്ടി വാർത്തകൾ കാണുന്നതും ന്യൂസ് മലയാളം ചാനലിലാണ്. വീണയുടെ കഥാപാത്രം തിയേറ്ററിന്റെ പുറകിൽ കൂടെ ഇറങ്ങിയായിരുന്ന ജോർജ് കുട്ടിയും ഫാമിലിയെയും തടഞ്ഞു നിർത്തി കുത്തി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. താൻ മറുപടി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ ആ ചാനലിൽ വാർത്തയായി വരുന്നത് എന്ന് ജോർജ് കുട്ടി ശ്രദ്ധിക്കുന്നതായി കാണാം. ഈ സീനിൽ സൈക്കോളജിസ്റ്റായ ഡോക്ടറോട് ബ്യൂട്ടി പാർലറിൽ വെച്ച് വീണയുടെ കഥാപാത്രം പറയുന്നുണ്ട്, നമ്മൾ ദൃശ്യത്തിന്റെ പ്രീമിയർ ഷോയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന്. ഇത് ഡീറ്റെയിൽ ചെയ്യാനായി സിനിമയുടെ തുടക്കത്തിൽ പ്രീമിയർ ഷോ കഴിയുമ്പോൾ ഡോക്ടറെയും കാണിക്കുന്നുണ്ട്. ഈ സീനിൽ ജോർജ് കുട്ടി വീടിന്റെ ഫ്രണ്ടിൽ ബീമിന്റെ താഴെ തടിയിൽ കണ്ണാടിയൊക്കെ വെച്ച് ബോർഡർ കൊടുക്കാനും ഒരു ഹാൻഡ് റെയിൽ വെക്കാനൊക്കെ ഒരാളോട് പറയുന്നുണ്ട്. പിന്നീട് പത്രോസിന്റെ മകൾ കല്യാണം വിളിക്കാൻ വരുന്ന ഈ സീനിൽ അതിന്റെ പണികൾ നടക്കുന്നതായും പിന്നീടുള്ള സീനുകളിൽ വീടിന്റെ ഫ്രണ്ടിൽ തടിയിൽ ഗ്ലാസ് ബോർഡറുള്ള ഹാൻഡ് റെയിൽ ഉള്ളതായും കാണാം. സഹദേവൻ ഇപ്പോൾ വണ്ടിക്കച്ചവടവും സ്ഥലക്കച്ചവടവും ഒക്കെയാണെന്ന് സിനിമയിൽ പറയുന്നുണ്ട്. സഹദേവന്റെ വീട് കാണിക്കുമ്പോൾ വണ്ടികളും വണ്ടികളുടെ പാർട്സും ടയറും ഒക്കെ കാണിച്ച് ആ കാര്യം ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഈ സീനിൽ ജോർജ് കുട്ടിയുടെ ഇളയ മകൾ ചേച്ചിയുടെ കല്യാണം പതുക്കെ ഒരു വർഷം കഴിഞ്ഞ് നടത്തിയാൽ മതി, അവർ തമ്മിൽ പരസ്പരം ആദ്യം നല്ലപോലെ പരിചയപ്പെടട്ടെ എന്നൊക്കെ അമ്മയോടും ജോർജ് കുട്ടിയോടും പറയുന്നുണ്ട്. അത് കേട്ടിരുന്നെങ്കിൽ സിനിമയിൽ പിന്നീട് നടക്കുന്ന ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു. ആ സീനിൽ ഈ കാര്യം പറയുമ്പോൾ പിറകിലായി ലാസ്റ്റ് സപ്പർ എന്ന പെയിന്റിംഗ് കാണാം. ഈ പ്രപ്പോസലുമായി മുന്നോട്ട് പോയാൽ കൂടെയുള്ളവർ ചതിക്കും എന്നൊരു ഫോർ ഷാഡോയിങ് ആയിരുന്നു അത്. ഈ സീനിൽ ജോർജ് കുട്ടിക്ക് റോഷി എന്നൊരാളുടെ കോള് വരുന്നുണ്ട്. GCCയിലെ കളക്ഷനെ പറ്റിയും അവിരയുടെ സ്വഭാവത്തെക്കുറിച്ചും ബിസിനസിനെ പറ്റിയും ആ കോളിൽ സംസാരിക്കുന്നുണ്ട്. ഈ റോഷിക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നത് സിനിമയുടെ ഡയറക്ടറായ ജീത്തു ജോസഫ് തന്നെയാണ്. ഈ സിനിമ കണ്ട പലർക്കും പല സംശയങ്ങളും ബാക്കിയുണ്ടാവും. കാരണം ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഇത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നാണ്. അതേപോലെ തന്നെ ക്ലൈമാക്സിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് പല പെർസ്പെക്റ്റീവ് കാണിക്കുന്നത് കൊണ്ട് പലർക്കും ക്ലൈമാക്സിലും കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം. ഈ സിനിമയുടെ കഥയും സിനിമ കണ്ട് വരാൻ സാധ്യതയുള്ള സംശയങ്ങളുടെ ഉത്തരങ്ങളും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സിനിമയുടെ കഥ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് 2 വർഷം മുമ്പാണ്. സിദ്ദീഖിന്റെ കഥാപാത്രമായ പ്രഭാകർ 2 വർഷം മുമ്പാണ് തന്റെ പ്ലാനിംഗ് തുടങ്ങുന്നത്. തന്റെ ഭാര്യയായ ഗീത പ്രഭാകർ ഡിപ്രഷനിലേക്ക് പോകുന്നത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കാൻ പ്രഭാകർ ചിന്തിക്കുന്നത്. തന്റെ മകനെ തനിക്ക് നഷ്ടപ്പെട്ടു, ഭാര്യ കൂടി ഇങ്ങനെ ഡിപ്രഷനിലേക്ക് പോയി ഭാര്യയും കൂടി നഷ്ടപ്പെട്ടാലോ എന്ന് അയാൾ ചിന്തിക്കുകയും ഭാര്യയുടെ ഈ ഡിപ്രഷൻ മാറണമെങ്കിൽ നീതി കിട്ടണം, നീതി കിട്ടിയാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകൂ എന്ന് പ്രഭാകർ തിരിച്ചറിയുന്നു. തന്റെ മകന്റെ മരണത്തിന് ഉത്തരവാദിയായ ജോർജ് കുട്ടിയുടെ മൂത്ത മകളെ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്ന് പ്രഭാകർ തീരുമാനിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവിര എന്ന കഥാപാത്രം പ്രഭാകറിന്റെ മുമ്പിലേക്ക് വരുന്നത്. ദുബായിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തി ഒരു പ്രശ്നത്തിൽ നിൽക്കുകയായിരുന്ന അവിരയെ അയാളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രഭാകർ രക്ഷിക്കുന്നു. ദുബായിലൊക്കെ ഒരു വലിയ സാമ്പത്തിക ക്രമക്കേട് നടത്തിയാൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് അവരെ സിദ്ദീഖിന്റെ കഥാപാത്രം രക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രഭാകർ പകരം എന്താവശ്യപ്പെട്ടാലും അവരേക്ക് അത് ചെയ്തു കൊടുത്തേ പറ്റൂ. അഥവാ അവരെ അതിന് തയ്യാറായില്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെല്ലാം പ്രഭാകർ പിൻവലിക്കുകയും അവരെ ജയിലിൽ പോവുകയും ചെയ്യും. തന്നെ രക്ഷിച്ച ആളായതുകൊണ്ടും തനിക്ക് വേറെ മാർഗമില്ലാത്തതുകൊണ്ടും വരുൺ കേസിൽ പ്രഭാകരനും ഭാര്യയ്ക്കും നീതി ലഭിച്ചില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടും അവരെ പ്രഭാകറിന്റെ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ കൂടെ നിൽക്കാൻ തയ്യാറാവുന്നു. പക്ഷേ ഈ പ്ലാൻ നടക്കുവാണെങ്കിൽ അവരയ്ക്ക് പിന്നെ ജീവിതത്തിൽ തന്റെ അച്ഛനെയും അമ്മയും കാണാൻ കഴിയില്ല. കാരണം ഈ പ്ലാൻ പ്രകാരം അവരെ മരിച്ചു എന്ന് വരുത്തി തീർക്കുകയാണ്. എന്നിട്ട് പുതിയൊരു ഐഡന്റിറ്റിയിൽ ടുണീഷ്യ എന്ന രാജ്യത്ത് ജീവിക്കേണ്ടിയും വരും. എന്നിട്ടും അവര് ഈ പ്ലാനിന്റെ കൂടെ നിൽക്കണമെങ്കിൽ അത്രയും വലിയൊരു സാമ്പത്തിക ക്രമക്കേടായിരിക്കണം ദുബായിൽ നടത്തിയിട്ടുണ്ടാവുക. ഈ പ്ലാൻ പ്രകാരം അവരെ നാട്ടിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർത്താൽ ദുബായിൽ അവരുടെ പേരിലുള്ള കേസും തീരും. പ്രഭാകറിന് തന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം പിൻവലിക്കാനും സാധിക്കും. വരുണിനെ കൊന്നവരെ അകത്താക്കാനുള്ള ഒരു പ്ലാൻ ആയതുകൊണ്ട് കൂടി ഇതിനെല്ലാം അവരെ കൂട്ടുനിൽക്കുന്നു. അവരുടെ ഒരു ചെവിക്ക് കേൾവിക്കുറവുണ്ട്. ഈ സീനിൽ ബ്രോക്കർ പറയുന്നുണ്ട് അവരേക്ക് 30 വയസ്സുണ്ട്, 4-5 വർഷമായിട്ട് കല്യാണം നോക്കുന്നുണ്ടെന്ന്. 5 വർഷമായി കല്യാണം നടക്കാത്തത് ആ കേൾവി പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. അതായത് അവരേക്ക് അപകടം പറ്റി കേൾവിക്കുറവ് ഉണ്ടായത് 5 വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ 2 വർഷം മുമ്പാണ് പ്രഭാകർ ദുബായിൽ വെച്ച് അവരെ കണ്ടുമുട്ടുന്നതും രക്ഷിക്കുന്നതും. അവരേക്ക് കേൾവിക്കുറവ് ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ഒരു കല്യാണാലോചനയുമായി നേരിട്ട് ജോർജ് കുട്ടിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ ജോർജ് കുട്ടി അതിന് സമ്മതിക്കില്ല എന്ന് പ്രഭാകരന് അറിയാം. അതുകൊണ്ട് തന്നെ അവരെ പോലെ എന്തെങ്കിലും കുറവ് ജോർജ് കുട്ടിയുടെ മൂത്ത മകളായ അഞ്ജുവിന് ഉണ്ടെന്ന് വരുത്തി തീർക്കണം. അങ്ങനെ ആ കാരണം കൊണ്ട് അഞ്ജുവിന് വരുന്ന കല്യാണങ്ങൾ മുടങ്ങുമ്പോൾ ജോർജ്
ജോർജ് കുട്ടി ലാസ്റ്റ് അവിരയുമായുള്ള ബന്ധത്തിന് തയ്യാറാകും എന്ന് പ്രഭാകരൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അഞ്ജുവിന് മാനസിക പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർത്ത് അങ്ങനെ ഒരു പ്ലാനിലേക്ക് പ്രഭാകർ കടക്കുന്നത്. അതിനായാണ് പ്രഭാകർ 3-4 ബ്രോക്കർമാരെ വാടകയ്ക്കെടുത്ത് കല്യാണാലോചനകൾ ജോർജ് കുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ടുചെല്ലുന്നത്. എന്നാൽ അതേ കല്യാണാലോചനകൾ ബ്രോക്കർമാർ പോലും അറിയാതെ സിദ്ദിഖിന്റെ കഥാപാത്രം മുടക്കുന്നു. കാരണം ഈ കല്യാണങ്ങളൊക്കെ മുടക്കിയാൽ മാത്രമേ അവസാനം അവിരയുടെ പ്രപ്പോസൽ കൊണ്ടുവരാൻ കഴിയൂ. അതിനായി രാജനെ വാടകയ്ക്കെടുക്കുന്നതും അഞ്ജുവിന് മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഓരോ കല്യാണവും മുടക്കിക്കൊണ്ടിരിക്കുന്നതും പ്രഭാകറായിരുന്നു. സിനിമ കണ്ട പലർക്കും കല്യാണം മുടക്കുന്ന ആളുടെ നമ്പർ ആ ബ്രോക്കർ തന്നെ ജോർജ് കുട്ടിക്ക് കൊണ്ടുകൊടുത്തത് എന്തിനാ എന്ന സംശയം ഉണ്ടായി കാണും. അതിന് കാരണം ഈ കല്യാണം മുടക്കുന്നത് പ്രഭാകർ തന്നെയാണെന്ന് ആ ബ്രോക്കറിന് പോലും അറിയില്ല. ബ്രോക്കറിനോട് ഓരോ കല്യാണ ആലോചനകൾ വീട്ടിലേക്ക് കൊണ്ടു ചെല്ലണം, അത് മാത്രമേ പ്രഭാകർ പറഞ്ഞിട്ടുള്ളൂ. അതിനായി അയാൾക്ക് കാശും കൊടുത്തിട്ടുണ്ട്. കല്യാണം ആരാ മുടക്കുന്നത് എന്ന കാര്യം ബ്രോക്കറിന് അറിയില്ല. അതുകൊണ്ടാണ് കല്യാണം മുടക്കിയ ആളുടെ നമ്പർ ജോർജ് കുട്ടിക്ക് ആ ബ്രോക്കർ കൊണ്ട് കൊടുക്കുന്നത്. എന്നാൽ രാജനോട് പ്രഭാകർ പറഞ്ഞിരിക്കുന്നത് അഞ്ജുവിന് വരുന്ന കല്യാണാലോചനകൾ അവൾക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് മുടക്കണം എന്നാണ്. ബ്രോക്കർമാർ ആലോചനകൾ കൊണ്ടുവരുന്നത് പ്രഭാകർ പറഞ്ഞിട്ടാണ് എന്നുള്ള കാര്യം രാജനും അറിയില്ല. തന്റെ ജോലി പോയി തന്റെ മകൾക്കും കുടുംബത്തിനും ഉണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണക്കാരനായ ജോർജ് കുട്ടിയോട് രാജൻ ഓൾറെഡി തന്നെ ദേഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ രാജൻ വരുന്ന കല്യാണാലോചനകളെല്ലാം മുടക്കിക്കൊണ്ടിരുന്നു. എന്നാൽ പ്രഭാകറിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി വിദേശത്ത് നിന്നുള്ള പയ്യന്മാരുടെ കല്യാണാലോചനകൾ ജോർജ് കുട്ടി വേണ്ട എന്ന് പറഞ്ഞതായിരുന്നു. സഹദേവനും അവിരയും ബ്രോക്കർമാരും എല്ലാവരും പ്രഭാകറിന്റെ ആൾക്കാരാണ്. സഹദേവൻ ജോർജ് കുട്ടിയുടെ വീട്ടിൽ കുഴിയെടുത്തിട്ട ശേഷം ആ കുഴി കണ്ട് ജോർജ് കുട്ടിക്ക് തന്റെ കുടുംബത്തിന് പിറകെ ആരൊക്കെയോ ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് തൊട്ടടുത്ത ദിവസം തന്നെ ബ്രോക്കറെ വിളിച്ചിട്ട് വിദേശത്ത് നിന്നുള്ള ആലോചനകൾ നോക്കാമെന്നും ഭാര്യയോട് ഇളയ മകളെ അവളുടെ ആഗ്രഹം പോലെ സിംഗപ്പൂരിൽ വിട്ട് പഠിപ്പിക്കാമെന്നും പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സീനിൽ അവരുടെ വീട്ടിൽ വന്ന ശേഷം ജോർജ് കുട്ടിയും ഫാമിലിയും തിരിച്ചു പോകുമ്പോൾ സഹദേവനും രാജനും അവിടെ വണ്ടിയിൽ ഇരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. അതിനുശേഷം ജോർജ് കുട്ടി വീട്ടിലെത്തുമ്പോൾ അവരുടെ അച്ഛൻ ജോർജ് കുട്ടിയെ വിളിച്ചു പറയുന്നുണ്ട് രണ്ടുപേർ കല്യാണം മുടക്കാനായി വീട്ടിൽ വന്നെന്നും അവരുടെ ഫോട്ടോയും വണ്ടി നമ്പരും അവരെ എടുത്തിട്ടുണ്ട്. അത് വാട്സാപ്പിൽ ജോർജ് കുട്ടിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സീൻ കണ്ട പലർക്കും ഒരു ഡൗട്ട് തോന്നിക്കാണും. അവരെയും സഹദേവനും ഒക്കെ ഒരേ പ്ലാനിലുള്ള ആൾക്കാരല്ലേ, ഒരേ ടീമിലുള്ളതല്ലേ, പിന്നെ എന്തിന് അവരെ ഫോട്ടോ എടുത്ത് ആ കാര്യം ജോർജ് കുട്ടിയെ അറിയിച്ചത് എന്ന്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രഭാകറിന്റെ ഫുൾ പ്ലാൻ അവരയ്ക്കും അറിയില്ല. ഇത്രയും നാൾ അഞ്ജുവിന്റെ കല്യാണം പ്രഭാകറാണ് മുടക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ബ്രോക്കർമാരെ പോലെ അവരയ്ക്കും അറിയില്ല. അവരെ സംബന്ധിച്ച് പ്രഭാകറിന്റെ പ്ലാൻ പ്രകാരം ഈ കല്യാണം നടക്കണം. അതുകൊണ്ടാണ് രാജന്റെ ഫോട്ടോയും വന്ന വണ്ടിയുടെ നമ്പരും എടുത്ത് ജോർജ് കുട്ടിക്ക് അയക്കുന്നത്. രാജന് കല്യാണം മുടക്കണം എന്ന പരിപാടി മാത്രമേ പ്രഭാകർ ഏൽപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ സീനിൽ കല്യാണത്തിന് ശേഷം രാജൻ സഹദേവനോട് ഞാൻ പൊക്കോട്ടെ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുന്നത്. മാത്രമല്ല എല്ലാ കല്യാണവും മുടക്കാൻ ശ്രമിച്ചിട്ട് ഈ കല്യാണം മാത്രം മുടക്കാൻ ശ്രമിക്കാതെ ഇരുന്നാലും ജോർജ് കുട്ടിക്ക് ഡൗട്ട് വന്നു. അതിനു മുമ്പുള്ള കല്യാണങ്ങൾ ഫോണിലൂടെ ആയിരുന്നു രാജൻ വിളിച്ച് മുടക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ താനാണ് കല്യാണം വിളിച്ച് മുടക്കിക്കൊണ്ടിരുന്നത് എന്ന് അറിഞ്ഞ ശേഷം രാജനെ ജോർജ് കുട്ടി വീട്ടിലേക്ക് അടുപ്പിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് സഹദേവന്റെ വണ്ടിയിൽ രാജൻ കല്യാണം മുടക്കാനായി നേരിട്ട് പോകുന്നത്. ഈ സമയത്ത് സഹദേവനും അറിയില്ല അവരെയാണ് ഇനിയുള്ള പ്രഭാകറിന്റെ പ്ലാനിലെ ആ പയ്യനെന്ന്. പ്രഭാകറിന് തന്റെ പ്ലാൻ എല്ലാം നാച്ചുറലി സംഭവിക്കുന്ന പോലെ നടക്കണം എന്നാണ്. ഓരോ ആൾക്കാർക്കും ഓരോ കാര്യങ്ങൾ ആദ്യമേ ചുമതലപ്പെടുത്തുന്നത് അതിനാണ്. ഇവർക്കെല്ലാം കൃത്യമായ ഡ്യൂട്ടി പ്രഭാകർ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അവരൊക്കെ ആ കാര്യങ്ങൾ കൃത്യമായി ചെയ്തോളൂ. പ്രഭാകറിന്റെ മെയിൻ പ്ലാൻ കല്യാണ ദിവസം തന്നെ രാത്രി ജോർജ് കുട്ടിയുടെ വീടിനടുത്തുള്ള ഒരു റിസോർട്ടിലേക്ക് അഞ്ജുവിനെ കൊണ്ടുപോവുകയും അവരെയും സഹദേവനും കൂടി അഞ്ജുവിനെ ബോധം കെടുത്തിയ ശേഷം തെളിവുകൾ ഉണ്ടാക്കി ജോർജ് കുട്ടിയെ വിളിച്ചു വരുത്തി ജോർജ് കുട്ടിയെ മകളെയും കൊടുക്കുക എന്നതാണ്. ആരേലും ദേഹത്ത് തൊട്ടാൽ അഞ്ജു അവരെ ഉപദ്രവിക്കും എന്ന റിപ്പോർട്ട് നേരത്തെ ഉണ്ടാക്കിയേക്കുന്നത് കൊണ്ട് അവരെ അഞ്ജു കൊന്നു ജോർജ് കുട്ടി ആ ബോഡി മറവ് ചെയ്തു എന്ന് വരുത്തി തീർക്കുകയാണ് പ്രഭാകറിന്റെ ലക്ഷ്യം. ആ കോട്ടേജിൽ നിന്നിറങ്ങിയ അവരെ പുതിയ ഐഡന്റിറ്റിയിൽ രാമേശ്വരത്ത് നിന്ന് ശ്രീലങ്ക വഴി 250 ഇന്ത്യക്കാർ മാത്രമുള്ള ടുണീഷ്യ എന്ന രാജ്യത്തിലേക്ക് കൊണ്ടുപോവുക. ഇതായിരുന്നു പ്രഭാകറിന്റെ മെയിൻ പ്ലാൻ. അപ്പൊ പല ആൾക്കാർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതായിരുന്നു പ്ലാൻ എങ്കിൽ കല്യാണം നടക്കുന്നതിന് മുമ്പ് എന്തിനാണ് ജോർജ് കുട്ടിയെയും ഫാമിലിയെയും കോടതി വഴിയൊക്കെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പ്രഭാകർ നടത്തിയതെന്ന്. അതിന് കാരണം സഹദേവൻ പത്രോസിനെ കണ്ടുപിടിക്കുകയും അസ്ഥികൾ മാറ്റി ജോർജ് കുട്ടിക്ക് കൊടുത്ത കാര്യം അയാളിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെതിരെ പത്രോസിന്റെ മകൾ പോലീസിൽ പരാതി കൊടുത്തപ്പോൾ സഹദേവനെ പിടിച്ചകത്താക്കാൻ IG ഗണേഷിന്റെ കഥാപാത്രത്തോട് പറയുന്നുണ്ട്. ഈ സമയത്താണ് പ്രഭാകർ IGയുടെ അടുത്തേക്ക് വരുന്നത്. പ്രഭാകറിന് തന്റെ പ്ലാൻ നടത്തണയിൽ സഹദേവൻ കൂടെ വേണം. എന്നാൽ IGയോട് തന്റെ യഥാർത്ഥ പ്ലാൻ പ്രഭാകർ അപ്പൊ പറഞ്ഞില്ല. പകരം സഹദേവനെ കൊണ്ട് പത്രോസിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ IGയോട് പറയുന്നുണ്ട്. ഇവിടെ വെച്ച് IG കാര്യങ്ങളിൽ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ കൂടി ലീഗലി മൂവ് ചെയ്യാം എന്നൊരു അഡീഷണൽ പ്ലാൻ കൂടി പ്രഭാകർ ഉണ്ടാക്കുന്നു. ദൃശ്യം 2ന്റെ അവസാനം ശേഷക്രിയ ചെയ്യാനുള്ള കുറച്ച് അസ്ഥികൾ ജോർജ് കുട്ടി പ്രഭാകറിനും ഗീതയ്ക്കും കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള അസ്ഥി ആസിഡ് ഉപയോഗിച്ച് ജോർജ് കുട്ടി ഇല്ലാതാക്കി എന്ന് ഈ സിനിമയിൽ IG പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുണിന്റെ അസ്ഥി കണ്ടുപിടിക്കാനും കഴിയില്ല, ജോർജ് കുട്ടിയുടെ ഫാമിലിയെ അതുമായി ബന്ധിപ്പിക്കാനും സാധിക്കില്ല. എന്നാൽ പത്രോസ് പറഞ്ഞ മൊഴി വെച്ച് ആ മാറ്റിയ സ്കെൽട്ടന്റെ DNA പേരൻസിന്റെ DNA മാച്ച് ആവുകയാണെങ്കിൽ ജോർജ് കുട്ടി അതിന് മറുപടി പറയേണ്ടി വരും. കാരണം ജോർജ് കുട്ടി പറഞ്ഞിട്ടാണ് അത് എടുത്തു മാറ്റിയത് എന്ന് പത്രോസ് സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്ലാൻ ബി എന്ന നിലയ്ക്ക് ലീഗലി കൂടി പ്രഭാകർ ശ്രമിക്കുന്നത്. എന്നാൽ ഈ പ്ലാൻ നടക്കുകയാണെങ്കിലുള്ള പ്രശ്നം ജോർജ് കുട്ടി ലാസ്റ്റ് ഈ കുറ്റം ഏറ്റെടുക്കും. മെയിൻ പ്ലാനാണ് നടക്കുന്നതെങ്കിൽ മകളെയും ജോർജ് കുട്ടിയെയും ഒരുമിച്ച് കൊടുക്കാൻ സാധിക്കും.
അതുമാത്രമല്ല ലീഗലി മൂവ് ചെയ്യുമ്പോൾ അഞ്ജുവിന് സെക്ഷൽ അവേർഷൻ ഉണ്ടെന്നും അതായിരിക്കാം ഒരുപക്ഷെ വരുണിന്റെ മർഡർ കേസിന് പിന്നിലെന്നും പറഞ്ഞ് പ്രഭാകരന്റെ വക്കീൽ അതിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ട് ഡോക്ടറെ ഭീഷണിപ്പെടുത്തി സഹദേവൻ ഉണ്ടാക്കിയതാണ് എന്ന് സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊടുത്താൽ തന്റെ മെയിൻ പ്ലാനായ അവരെ അഞ്ജു കൊല്ലുന്നതും ജോർജ് കുട്ടി കുഴിച്ചിടുന്നതും പിന്നീട് കോടതി വിശ്വസിക്കും എന്ന് പ്രഭാകരൻ അറിയാം. ഇനി ക്ലൈമാക്സിലേക്ക് വരാം. ക്ലൈമാക്സ് പെട്ടെന്ന് കാണിച്ചു പോയതുകൊണ്ടും നടന്നിട്ടില്ലാത്ത ഒരു പെർസ്പെക്റ്റീവ് ഇടയ്ക്ക് കാണിക്കുന്നതുകൊണ്ടും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവാം. കല്യാണ ദിവസം രാത്രിയാണ് ക്ലൈമാക്സ് ആ റിസോർട്ടിൽ നടക്കുന്നത്. ജോർജ് കുട്ടിയെ ആ റിസോർട്ടിലേക്ക് വീഡിയോ കോൾ വഴി വിളിച്ചു വരുത്താൻ വേണ്ടിയാണ് ജോർജ് കുട്ടിയുടെ വീടിനടുത്തുള്ള റിസോർട്ട് തന്നെ പ്രഭാകർ തിരഞ്ഞെടുക്കുന്നത്. ആ റിസോർട്ടിൽ വെച്ചാണ് സഹദേവനെ അവരെ ആദ്യമായി മീറ്റ് ചെയ്യുന്നത്. റിസോർട്ടിലെത്തിയ അഞ്ജുവിനെ അവർ മയക്കി കിടത്തിയ ശേഷം സഹദേവൻ ജോർജ് കുട്ടിയെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട ജോർജ് കുട്ടി വെപ്രാളപ്പെട്ട് കാറിൽ അങ്ങോട്ട് തിരിക്കുന്നുണ്ട്. എന്നാൽ പോകുന്ന വഴിക്ക് ജോർജ് കുട്ടി പെട്ടെന്ന് വണ്ടി നിർത്തുകയും തന്നെ എന്തിനാണ് സഹദേവൻ വിളിച്ചത് എന്ന് ചിന്തിക്കുകയും ചെയ്യും. സഹദേവന് മകളെയും ഭർത്താവിനെയും കൊല്ലണമെങ്കിൽ കൊന്നാ പോരെ, തന്നെ എന്തിനാണ് വീഡിയോ കോൾ വിളിച്ച് അങ്ങോട്ട് വരുത്തുന്നത്? ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ജോർജ് കുട്ടിയുടെ മനസ്സിലേക്ക് കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കിയ ചില സിനിമാ സീനുകൾ ഓർമ്മ വരുന്നുണ്ട്. അപ്പോഴാണ് തന്റെ വീട്ടിൽ ആരോ കുഴിയെടുത്തിട്ടിരുന്ന കാര്യം ജോർജ് കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്നത്. ആ കുഴി കുഴിച്ചത് സഹദേവനാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ജോസിനെ വിളിച്ച് വീടിന്റെ അടുത്ത് ചെല്ലാനും സഹദേവൻ വരുന്നുണ്ടോ എന്ന് നോക്കാൻ പറയുന്നത്. അതിനുശേഷം അളിയനെ വിളിച്ച് പറമ്പിൽ കള്ളൻ കയറി എന്ന് പറഞ്ഞ് നാട്ടുകാരെയും കൂട്ടി അന്വേഷിക്കാൻ പറയുകയും ചെയ്യുന്നുണ്ട്. ആ ദിവസം കല്യാണമായിരുന്നത് കൊണ്ട് തന്നെ അളിയൻ രാത്രി ജോർജ് കുട്ടിയുടെ വീട്ടിലുണ്ടായിരുന്നതായി കാണിച്ച് ആ കാര്യം ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. തന്നെ കൊടുക്കാനുള്ള എന്തോ പ്ലാനാണ് ഇതെന്ന് മനസ്സിലായെങ്കിലും എന്താണ് പ്ലാൻ എന്ന് ജോർജ് കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ സഹദേവൻ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം ജോർജ് കുട്ടിക്ക് മനസ്സിലായി. അതിനുശേഷമാണ് ജോർജ് കുട്ടി റിസോർട്ടിലേക്ക് പോകുന്നതും മകളെ സഹദേവൻ ഉപദ്രവിച്ചു എന്ന് വരുത്തി തീർക്കുന്നതും. സഹദേവൻ അവരെയും കൂട്ടി ഒരു വീട്ടിലേക്ക് എത്തിയ വിവരം അവരെ പിന്തുടർന്ന ജോർജ് കുട്ടിയെ അറിയിക്കുമ്പോൾ സഹദേവന്റെ അടുത്ത് ജോർജ് കുട്ടി എത്തുന്നുണ്ട്. കത്തി കൊണ്ട് മുറിവേൽപ്പിച്ച് സഹദേവനിൽ നിന്ന് ജോർജ് കുട്ടി ഈ പ്ലാനിന്റെ ഒക്കെ പിന്നിൽ പ്രഭാകറാണെന്ന് തിരിച്ചറിയുന്നു. പ്രഭാകരന്റെ പ്ലാൻ അവരെ ടുണീഷ്യയിൽ എത്തിക്കുക എന്നതായിരുന്നു. എന്നാൽ അവരെ സ്വർഗത്തിലെത്തിക്കുക എന്നതായിരുന്നു സഹദേവന്റെ പ്ലാൻ. അവരെ തല്ലിക്കൊന്ന് ജോർജ് കുട്ടിയുടെ വീട്ടിലെ കുഴിയിൽ കുഴിച്ചുമൂടാനായിരുന്നു സഹദേവന്റെ ഉദ്ദേശം. പാവ അവര് ഉള്ള ജീവനും കൊണ്ടോടി രാമേശ്വരത്തെത്തി. ജോർജ് കുട്ടി കുഴി മൂടുന്ന വീഡിയോ ആദ്യം തന്നെ സഹദേവൻ എടുത്ത് അത് പിന്നീട് തെളിവാക്കാൻ വെക്കുന്നത് സഹദേവന്റെ ഒരു മണ്ടത്തരമാണ്. അത്തരം തെളിവുകൾ ഓർഗാനിക്കായി ഉണ്ടാവുന്നതല്ല എന്ന് ഈ സീനിൽ IG പ്രഭാകരനോട് പറയുന്നുണ്ട്. ഒരാളെ കൊന്നിട്ട് ആ ബോഡി മറവ് ചെയ്ത് പിന്നീട് അത് കണ്ടെത്തുമ്പോൾ ഉണ്ടാവുന്ന ഓർഗാനിക് ആയിട്ടുള്ള എവിഡൻസസ് ഉണ്ട്. അത് ആരുടെയും കൺട്രോളിലല്ല. ക്ലൈമാക്സ് സീക്വൻസിൽ IG വന്ന് പ്രഭാകരനോട് പറയുന്ന വെർഷൻ, അതായത് അഞ്ജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നതായി കാണിക്കുന്ന സീനുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ക്ലൈമാക്സ് കുറച്ചും കൂടി ക്ലാരിറ്റി ഉള്ളതായി മാറിയേനെ. ക്ലൈമാക്സിൽ പോലീസ് വരുമ്പോൾ മകളെ രക്ഷപ്പെടുത്താനാണ് ജോർജ് കുട്ടി മകളെ തന്നെ ഉപദ്രവിക്കുന്നതും വിക്ടിമാക്കി മാറ്റുന്നതും. അതിനുശേഷം മകൾ ആശുപത്രിയിലായിരിക്കുമ്പോൾ ജോർജ് കുട്ടി കീഴടങ്ങാൻ തയ്യാറാവുന്നുണ്ട്. അതിന് കാരണം മകളെ പ്രഭാകരന്റെ മെയിൻ പ്ലാനിൽ നിന്ന് രക്ഷിച്ചെങ്കിലും ആ പയ്യന്റെ ഡെഡ് ബോഡിയുടെ DNA പേരൻസുമായിട്ട് മാച്ച് ആവുകയാണെങ്കിൽ ജോർജ് കുട്ടിയിലേക്ക് അന്വേഷണം വരും. അതുകൊണ്ടാണ് 5 വർഷത്തിന് താഴെ ശിക്ഷ വരുന്ന രീതിക്ക് വക്കീൽ വഴി കീഴടങ്ങാൻ തയ്യാറാവുന്നത്. എന്നാൽ സിനിമയുടെ ടൈലൻഡിൽ ജോർജ് കുട്ടി കീഴടങ്ങിയ ന്യൂസ് ടിവിയിൽ കാണിക്കുമ്പോൾ ആർ യു ഹാപ്പി നൗ എന്ന് പ്രഭാകർ ചോദിക്കുമ്പോൾ നോ ഐ വാണ്ട് ഹർ എന്നാണ് ഗീത പറയുന്നത്, അതായത് അഞ്ജുവിനെ. അങ്ങനെയാണെങ്കിൽ ഒരു സെൽഫ് ഡിഫൻസ് എന്ന രീതിക്ക് അഞ്ജുവിന് തന്നെ ഇതൊക്കെ ഏറ്റെടുത്താൽ മതിയായിരുന്നു. സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തെ പോലും ഉപദ്രവിക്കാൻ മടിയില്ലാത്ത ജോർജ് കുട്ടിയുടെ കഥ, അത് വല്ലാത്തൊരു കഥയാണ്. ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്.